ഉണ്ണിയങ്കളെ, ഇനി തൃശ്ശൂരിൽ നിന്ന് ഒരു പാട്ടുകാരി വരാൻ പോവാണ്. നമുക്ക് വിളിക്കാം. വിളിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. സോ ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. എസ്തർ റോസ് പ്രവീൺ. മക്കളെ, പിന്നെയും പല്ലുപോയോ? പല്ലുപോയോ? ഇല്ല. ഇവിടുന്ന് നോക്കുമ്പോ അങ്ങനെ കാണുന്നുണ്ടല്ലോ. എല്ലാ പല്ലുണ്ട്. ഉണ്ടോ? ഒന്ന് രണ്ടെണ്ണം അവിടെ കാണാനില്ല. പോയോ? പോയി. അതല്ലേ പറഞ്ഞ പോയത്. അത് തിരിച്ചു വരുമോ? തിരിച്ചു വരും. ഷുവറാണോ? അപ്പൊ വരുമായിരിക്കും. അതെ. എസ്തർ കുട്ടിയെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിട്ട് ഒരു പ്രൊഫൈൽ വീഡിയോ കണ്ടാലോ? ഓക്കെ. മൗനങ്ങളാകും വാത്മീകമെന്നും മൗനങ്ങളാകും വാത്മീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടക്കകമെന്നെന്നും മൈനാകം നിനക്കും നിലാവിൽ കുളിക്കും. ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 സെലക്റ്റഡ് ആയി. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഒപ്പം എക്സൈറ്റഡ് ആയ ഒരാളും കൂടി ഉണ്ട്, എൻ്റെ അമ്മേൻ്റെ അമ്മ, മമ്മി. അപ്പൊ ഇവളെ കൂടുതലായിട്ട് ഇവളുടെ കാര്യങ്ങള് എൻ്റെ അമ്മ ആണ് നോക്കിയിരുന്നത്. അപ്പൊ ഇവള് പെട്ടെന്ന് പാട്ടുകൾ കേൾക്കുകയും അത് താളത്തിൽ പാടുകയൊക്കെ ചെയ്തപ്പോൾ ആണ് ഇവക്ക് ഇങ്ങനെ ഒരു പാട്ടിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കഴിവുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ എസ്റ്ററിന്റെ അമ്മമ്മയാണ്. ഇത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് തന്നെയാണ്. ഞാൻ പാട്ടെന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപ ഉള്ളവർക്ക് കിട്ടുന്ന ഒരു കഴിവാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊറോണ കാലത്തൊക്കെ ആണെങ്കിൽ പാട്ട് പഠിക്കാനൊന്നും പറ്റാത്ത സമയത്തൊക്കെ യൂട്യൂബിലൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവളത് ശ്രദ്ധയോടെ കേട്ട് നന്നായിട്ട് എന്നെക്കാട്ടിൽ നന്നായി പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു മട്ടമായിരുന്നു അവൾക്ക്. എൻ്റെ മമ്മി ടോപ്പ് സിംഗർ കാണാൻ തുടങ്ങിയ ദിവസം മുതൽ എൻ്റെ മമ്മിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ടോപ്പ് സിംഗറിൽ കയറി പാടണമെന്ന്. എൻ്റെ മമ്മി എൻ്റെ അമ്മേനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി ആ ദിവസം. മമ്മി എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണവരെ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ വർഷത്തെ ഓഡീഷനിൽ അതുകൊണ്ട് അവൾക്ക് കയറാനും പറ്റി, അതിൽ ചാൻസ് കിട്ടി. അപ്പം അതിൽ എന്താന്ന് പറഞ്ഞാൽ 2-3 വർഷം ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ കയറിയത്. എൻ്റെ മമ്മയും പപ്പയും. പപ്പ ദുബായിലെ, എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചർ. ഇവർക്ക് നല്ല തിരക്കുണ്ടെങ്കിലും എൻ്റെ പാട്ടിന് വേണ്ടി അവർ നല്ല സപ്പോർട്ട് തരാറ്. ഞാൻ കാർമൽ അക്കാഡമി ചാലക്കുടിയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും എൻ്റെ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. എസ്തർ ചെറിയ ക്ലാസ് മുതലേ മനോഹരമായിട്ട് പാടും. ഇങ്ങനൊരു വേദി കിട്ടിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. Mr. Rose, ready for the play. സൂപ്പർ. So ready for the play അല്ലേ? അമ്മമ്മയൊന്ന് കണ്ടോട്ടെ. അമ്മമ്മയാണ് ഹൈലൈറ്റ്. മമ്മി, നമസ്കാരം. ഒത്തിരി സന്തോഷമായി കണ്ടപ്പോ. താങ്ക് യു. അമ്മമ്മയുടെ സ്വപ്നമാണല്ലേ ഇതാ ഇവിടെ വന്നിക്കണേ? അതെ. അപ്പൊ അമ്മമ്മ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഞാൻ പാട്ടുകാരിയല്ല, ഒരു കായിക താരമായിരുന്നു. എന്തായിരുന്നു? അത്ലറ്റിക്സിലും വോളിബോളിലും നാഷണൽ ചെയ്തതാണ്. ഞാനൊരു കായിക അധ്യാപികയാണ്. ഗവൺമെന്റ് സ്കൂളിലെ കായിക. മമ്മിയുടെ പേര് റോസ. അതാണ് റോസ് കിട്ടിയത്. അതെ. നമ്മുടെ നാട്ടിലൊക്കെ പറയും അമ്മൂമ്മമാരുടെ കൂടെ നിന്ന് വളരുന്ന കുഞ്ഞുങ്ങളൊക്കെ വലിയ വലിയ നിലകളിൽ എത്തുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഫാമിലീസിൽ നമുക്കത് കാണാൻ പറ്റും. എസ്തർ ബേബി നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പൊ സുന്ദരി ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? ഇതിവിടെ ഒരാളുടെ ഫേവറേറ്റ് സോങ് ആരുടെന്ന് പറയാമോ? എസ്തർ കുട്ടി, നമ്മുടെ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയാമോ? സിനിമ ഒരു കഥ, ഒരു നുണക്കഥ, ഇയർ 1986, ലിറിക്സ് MD രാജേന്ദ്രൻ സാർ, മ്യൂസിക് ജോൺസൺ മാസ്റ്റർ സാർ, പാടിയത് ചിത്രമ്മ. മോൾക്ക് ലൈഫിലെ ഏറ്റവും വലിയൊരു ആംബിഷൻ എന്താണ്?
എനിക്ക് ഒരു പാട്ടുകാരിയാണോ വലിയ വേറെ ഒന്നുമില്ല. റഹ്മാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക, വെരി ഗുഡ്. വേറെ സ്ഥലത്ത് പോയി പാട്ട് പാടാം, അത് വലിയൊരു കാര്യമാണ്. കാരണം 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു മോള് ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഷീൽ ഡെഫിനറ്റ്ലി ബിക്കം ദാറ്റ്. താങ്ക് യു. യുവർ മാനിഫെസ്റ്റേഷൻ വിൽ റീച്ച് യു ദേർ. റഹ്മാൻ സാറിന് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയ ഒരാളാണ്. അതെ. അപ്പൊ എസ്തർ കുട്ടി, ആ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ലോണം പെർഫോം ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഒരു സൂപ്പർ സോങ് ആണ് മോള് പാടാൻ പോകുന്നത് കേട്ടോ. ഡു യുവർ ബെസ്റ്റ്. താങ്ക് യു. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി, കവിതയായി വന്നു തുളുമ്പി. വാട്ട് എ സോങ്. അപ്പോ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അഭിമാനിക്കാം കേട്ടോ ഈ പെർഫോമൻസിൽ. ഷീ ഈസ് ഡൂയിങ് വെരി വെൽ.
നല്ലൊരു വഴിയിലേക്ക് ടോപ്പ് സിംഗർ നമ്മുടെ മകളെ കൊണ്ടുപോകട്ടെ എന്ന് നമ്മൾ കൂട്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. യെസ്. ഓക്കെ, എസ്റ്റർ പറയട്ടെ, ആ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന മോള്? എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. So we have decided to award you 96.5. താങ്ക് യു 96.5 out of 100. താങ്ക് യു. ഹാപ്പി അല്ലേ എസ്തർ കുട്ടി? മമ്മി ഹാപ്പിയാണോ? ഡബിൾ ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്. Thank you. ബൈ.